ഹലോ പ്രിയ കൂട്ടുകാരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP 3ാം സെമസ്റ്റർ MDC മലയാളത്തിൽ BA, BSc, BCom എന്നീ എല്ലാ വിദ്യാർത്ഥികൾക്കും പഠിക്കാനുള്ള ഭാഗമാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. അതിൽ 3 ഭാഗങ്ങളാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്ന് SNDP ആണ്, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൻ്റെ പ്രധാന പേരാണ് ശ്രീനാരായണ ഗുരുവിൻ്റേത്. അദ്ദേഹം 1933 ആരംഭിച്ച സംഘടനയാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നറിയപ്പെടുന്ന SNDP. സാമുദായിക സമത്വത്തിനു വേണ്ടി കേരളത്തിൽ ആദ്യമായി ഉണ്ടായ ഒരു സംഘടനയാണ് SNDP. ഈ SNDPയുടെ ആദ്യത്തെ അധ്യക്ഷനും ശ്രീനാരായണ ഗുരുവായിരുന്നു. മഹാകവി കുമാരനാശാനായിരുന്നു ആദ്യത്തെ സെക്രട്ടറി. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശങ്ങൾ പ്രചരിപ്പിക്കാനും അവശ സമുദായങ്ങളെ സാമൂഹികവും ആധ്യാത്മികവുമായ പുരോഗതിയിലേക്ക് നയിക്കുകയും സന്യാസി മഠങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുടങ്ങുക എന്നിവയായിരുന്നു യോഗത്തിൻ്റെ മുഖ്യ ലക്ഷ്യങ്ങൾ. SNDPയുടെ മുഖപത്രത്തിൻ്റെ പേര് വിവേകോദയം എന്നതായിരുന്നു അവരുടെ ദ്വൈമാസിക. കുമാരനാശാൻ്റെ പത്രാധിപത്യത്തിലായിരുന്നു 1904 ഇത് ആരംഭിക്കുന്നത്. ഡോക്ടർ പൽപ്പു ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളുടെയും പല നിവേദനങ്ങളുടെയും ഫലമായി സർക്കാർ വിദ്യാലയങ്ങളിൽ ഈഴവ സമുദായങ്ങൾക്ക് തുറന്നു കൊടുക്കപ്പെട്ടു എന്നുള്ളതുകൂടി ഒരു ചരിത്ര വസ്തുതയാണ്. സംഘടിച്ച് ശക്തരാവുക, വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക എന്നതായിരുന്നു യോഗത്തിൻ്റെ SNDPയുടെ പ്രധാന മുദ്രാവാക്യം. കേരളത്തിൽ ആചാര പരിഷ്കരണങ്ങളും അന്ധവിശ്വാസ ദൂരീകരണവും വിദ്യാഭ്യാസ പ്രചരണമൊക്കെ യോഗക്ഷേമ ലക്ഷ്യം വച്ചിരുന്ന കാര്യങ്ങളായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഓർക്കുക. ജനങ്ങൾ സംഘടനയുടെ പ്രാധാന്യത്തെപ്പറ്റി ബോധവാന്മാരാക്കാനും ഈ സംഘടന ശ്രമിച്ചിരുന്നു. ഐത്തത്തിൻ്റെ ഉന്മൂലനം, താഴ്ന്നവർക്ക് വിദ്യാലയങ്ങളിലും സർക്കാർ സർവീസിലും പ്രവേശനം എന്നിവയൊക്കെ പോരാടിയത് കൂടിയിട്ടായിരുന്നു SNDP എന്നുള്ളത്. അതോടൊപ്പം തന്നെ സ്ത്രീ വിദ്യാഭ്യാസത്തിനും വലിയ പ്രാധാന്യം നൽകി. SNDPയുടെ ആദ്യ അധ്യക്ഷനായ ശ്രീനാരായണ ഗുരു, ആദ്യത്തെ സെക്രട്ടറിയായ മഹാകവി കുമാരനാശാനൊക്കെ ഇത്തരത്തിലുള്ള വലിയ ആദർശങ്ങളുണ്ടായിരുന്നു. കേരളത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെട്ട സംഘടന കൂടിയിട്ടാണ് SNDP എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കണം. മറ്റൊരു സംഘടനയാണ് സാധുജന പരിപാലന സംഘം എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന ദുർബല ജനവിഭാഗങ്ങളുടെ അവകാശ പോരാട്ടത്തിനായി അയ്യങ്കാളി രൂപം നൽകിയ സംഘടനയാണ് ഈ സാധുജന പരിപാലന സംഘം എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കണം. അക്ഷരാഭ്യാസമില്ലാത്ത സമൂഹം വളരെ മൃഗതുല്യമായിട്ട് കണക്കാക്കിയ ജനങ്ങളെ സംഘടിപ്പിക്കുക എന്നുള്ള പ്രവർത്തനമാണ് അയ്യങ്കാളി ഏറ്റെടുത്തത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വലിയ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് 1907 സാധുജന പരിപാലന സംഘം രൂപീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇവരുടെ ലക്ഷ്യം എന്നുള്ളത് അച്ചടക്കം, ശുചിത്വം, സാമ്പത്തികവും സാമൂഹികവും വിദ്യാഭ്യാസ രംഗങ്ങളിലെ ഉന്നമനത്തിന് വേണ്ടിയുള്ള വലിയ കർമ്മപദ്ധതിയായിരുന്നു ഇവയുണ്ടായിരുന്നത്. അത്തരത്തിൽ യോഗത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി അയ്യങ്കാളിയായിരുന്നു. സാധുജന പരിപാലന സംഘം നേതൃത്വത്തിൽ പുറത്തിറക്കിയ ഒരു മാസികയുണ്ടായിരുന്നു, സാധുജന പാലിനി എന്നുള്ളതായിരുന്നു. 1914 ഇത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അത്തരത്തിൽ ദളിത് സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അക്ഷീണം പ്രവർത്തിച്ച ഒരു സംഘടന കൂടിയിട്ടായിരുന്നു സാധുജന പരിപാലന സംഘം എന്നുകൂടി നിങ്ങൾ ഓർത്തു വെക്കണം. മറ്റൊരു സംഘടനയാണ് NSS, നായർ സർവീസ് സൊസൈറ്റി. അതായത് 1914 മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിതമാകുന്ന നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി രൂപം കൊണ്ട സാമുദായിക സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി. മന്നത്ത് പത്മനാഭനാണ് NSSൻ്റെ സ്ഥാപകൻ. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തോടു കൂടിയിട്ട് അതുവരെ കേരളത്തിൽ ഒരു പ്രബല ശക്തിയായിരുന്ന നായർ സമുദായം സാമൂഹ്യപരമായിട്ട് പിന്തള്ളപ്പെടുന്ന അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് അധപ്പതിക്കുന്ന അല്ലെങ്കിൽ ദാരിദ്ര്യപൂർണമായിട്ടുള്ള ദുർലഭമായിട്ടുള്ള അസംഘടിതമായിട്ടുള്ള ഒരു വിഭാഗമായിട്ട് മാറിയിരുന്നു.
അങ്ങനെ ഈ സമുദായത്തിലെ അനാചാരങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുക, ജാതികളിടയിലെ ഉൾജാതി പേരുകൾ, ദമ്പതികളുടെ ഇഷ്ടങ്ങൾക്ക് പ്രസക്തിയില്ലാത്ത കാരണവന്മാരുടെ പുടവ കൊടുക്കൽ, താലികെട്ട് കല്യാണം, തിരണ്ടുകുളി കല്യാണം മുതലായവ ദുരാചാരങ്ങളെ എതിർക്കുക എന്നുള്ളതായിരുന്നു ഈ NSSന്റെ പ്രധാന ലക്ഷ്യം എന്നുള്ള കാര്യങ്ങൾ ഓർക്കുക. ഇന്ന് കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും നിർണായക സ്വാധീനം ചെലുത്താൻ കഴിവുള്ള പ്രബലവും ശക്തവുമായിട്ടുള്ള സംഘടനയാണ് NSS എന്നുകൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കണം. മറ്റൊരു സംഘടനയാണ് യോഗക്ഷേമ എന്ന് പറയുന്നത്. ഈ നമ്പൂതിരിമാർക്ക് വിദ്യാഭ്യാസ സംബന്ധമായിട്ടും ധർമാചാര സംബന്ധമായിട്ടും രാജനീതി സംബന്ധമായിട്ടും ധനസംബന്ധമായിട്ടും ഉണ്ടായിരുന്ന അഭിവൃദ്ധിക്ക് പരിശ്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സമുദായ പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ എന്ന് പറയുന്നത്. 1908 ശിവരാത്രി ദിവസം ആലുവയിൽ പെരിയാറിൻ്റെ തീരത്താണ് ഇത് ആരംഭിക്കുന്നത്. നിങ്ങൾ ഓർക്കുക, ജാതി ശ്രേണിയിൽ ഏറ്റവും മുകളിലായിരുന്നു ബ്രാഹ്മണനെങ്കിലും സ്ത്രീകളും അപ്പന്മാരും അനുഭവിക്കുന്ന ജീവിതം വളരെ ദുരന്തപൂർണമായിരുന്നു. വേളിയും സംബന്ധം എന്നിങ്ങനെ 2 തരം വിവാഹ രീതികൾ സമുദായത്തിലുണ്ടായിരുന്ന, അങ്ങനെ സാമൂഹ്യപരമായിട്ടും അല്ലെങ്കിൽ അന്തർജനങ്ങളായി ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ അവസ്ഥ, അല്ലെങ്കിൽ സ്വജാതിയിൽ നിന്ന് മാത്രം പരിമിതപ്പെടുത്തിക്കൊണ്ടുള്ള വിവാഹങ്ങൾ, ഇങ്ങനെ ഉണ്ടായിരുന്ന അനാചാരങ്ങൾ വീർപ്പ് മുട്ടിക്കൊണ്ടിരുന്ന സ്വന്തം സമുദായത്തെ, അല്ലെങ്കിൽ നമ്പൂതിരി സമുദായത്തിൻ്റെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ട സംഘടന എന്ന് നമുക്ക് യോഗക്ഷേമ സഭയെ പറയാം. വിദ്യാഭ്യാസവും ധർമാചാരവും സാമ്പത്തികവും എല്ലാ തരത്തിലുമുള്ള ഉന്നമനമാണ് 1908 നിലവിൽ വന്ന ഈ സംഘടനയുടെ ലക്ഷ്യം എന്നുള്ള കാര്യങ്ങൾ ഓർക്കുക. സമുദായത്തിൽ നിന്ന് ദുരാചാരങ്ങൾക്കെതിരെ ഫലപ്രദമായിട്ട് ഇടപെടാൻ, ആധുനിക വിദ്യാഭ്യാസം നേടാൻ, വാണിജ്യ വ്യവസായ രംഗങ്ങളിൽ കടന്നു വരുന്നതിനും സഭാപ്രവർത്തനം കൊണ്ട് സാധിക്കുക എന്നുള്ളതൊക്കെയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. വി.ടി. ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ എന്ന് പറയുന്ന ഈ നവോത്ഥാന പ്രസ്ഥാനം ആരംഭിക്കുന്നത് എന്നുള്ളത്. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യമാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളത്. യോഗക്ഷേമയുടെ മുഖപത്രമാണ് മംഗളോദയം എന്നുള്ളത്. ആദ്യ എഡിറ്റർ ചങ്ങമ്പുഴയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ഓർത്തു വയ്ക്കണം. ഇത്തരത്തിൽ ഈ പറയുന്ന സമുദായാംഗങ്ങൾ ആധുനിക വിദ്യാഭ്യാസം നേടുന്നതിനും നേരത്തെ പറഞ്ഞ പോലെ വാണിജ്യ വ്യവസായ രംഗങ്ങൾ കടന്നു വരുന്നതിനും വേണ്ടിയിട്ടുള്ള വലിയ മുന്നേറ്റങ്ങൾ നടത്തി. അത്തരത്തിൽ മുറജപം അവസാനിപ്പിക്കുക, വിധവാ വിവാഹങ്ങൾ, സജാതീയ വിവാഹങ്ങൾ, സ്ത്രീയുടെ വിദ്യാഭ്യാസം, വൃദ്ധവിവാഹ നിരോധനം, ഘോഷബഹിഷ്കരണം എന്നിവയൊക്കെ അജണ്ടയാക്കിയിട്ടുള്ള സാമൂഹിക പരിഷ്കരണത്തിൽ ഏറ്റവും വലിയ മുന്നേറ്റങ്ങൾ നയിച്ച ഒരു നവോത്ഥാന പ്രസ്ഥാനമായിരുന്നു ഈ പറയുന്ന വി.ടിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച യോഗക്ഷേമ സഭ എന്ന് കൂടി നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഓക്കെ, താങ്ക് യു.